Hello, guys. Welcome back to Coco Campus. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫീമർ ബോണിനെ കുറിച്ചാണ്. ഫീമർ ബോൺ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ വ്യൂ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫീമർ ബോൺ ആൻറ്റീരിയർ വ്യൂ. നമ്മൾ ഫീമർ ബോണിൻ്റെ ആൻറ്റീരിയർ വ്യൂ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ലാൻഡ്മാർക്സ് നമുക്ക് പറയാം. ഫീമർ ഈ കാണുന്ന ഭാഗമാണ് ഫീമർ ഹെഡ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചെറിയൊരു ഏരിയ ഇതാണ് ഫോവിയ ക്യാപിറ്റിസ്. താഴോട്ട് ഫീമർ നെക്ക്, greater trochanter, intertrochanteric line, lesser trochanter, ഈ ഭാഗം ഫീമർ ഷാഫ്റ്റ്. ഇതിനെ നമ്മൾ മീഡിയൽ ഭാഗം അഡക്ടർ ട്യൂബർക്കിൾ, മീഡിയൽ എപ്പിക്കോണ്ടൈൽ, ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ, പാറ്റല്ല സർഫേസ്, ഇതിന് പോസ്റ്റീരിയർ ഭാഗത്ത് എഴുതുമ്പോൾ ആൻറ്റീരിയർ സൈഡിലുള്ള തന്നെ ഏകദേശം അവിടെ കാണാൻ പറ്റും ലാൻഡ് മാർക്കുകൾ. ഹെഡ്, ഓവിയ ക്യാപിറ്റിസ്, ഗ്രേറ്റർ ട്യൂബർക്കിൾ ആൻഡ് ലെസർ ട്യൂബർക്കിൾ. ഇതിൻ്റെ ഇടയിലുള്ള ഈ കാണുന്ന ഭാഗമാണ് ഇന്റർട്രോക്കാൻഡ്രിക് ക്രസ്റ്റ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. ഇതിനെയാണ് ഇന്റർട്രോക്കാൻഡ്രിക് ഫോസ. മീഡിയൽ സൈഡ് വീണ്ടും പെക്ടീനിയൽ ലൈൻ, ലാറ്ററൽ സൈഡ് ഗ്ലൂട്ടിയൽ ട്യൂബറോസിറ്റി, ഈ ലൈന് താഴോട്ടേക്ക് നിങ്ങൾ വരുന്നത് കാണാം. ഇതിനെ നമ്മൾ പറയും ലീനിയ ആസ്പറ. താഴോട്ടേക്കുള്ള ലൈനിനെ നമ്മൾ പറയുന്ന പേരാണ് ലീനിയ ആസ്പറ. പിന്നെ ഇത് രണ്ട് താഴോട്ടേക്ക് വന്നു, ഇത് രണ്ടായി പിരിയുന്നത് കാണാം. ഈ ലൈന്, ഈ എഡ്ജസ് കാണാം, കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയ എഡ്ജസ്. ഇതിനാവും പറയുന്നത് വെച്ചാൽ ലാറ്ററൽ ആൻഡ് മീഡിയൽ, മീഡിയൽ ആൻഡ് ലാറ്ററൽ സൂപ്രാ കൊണ്ടൈലാർ ലൈൻ. ലൈൻ lateral condyle and medial condyle, adductor tubercle, medial epicondyle, lateral epicondyle, popliteal surface, intercondylar fossa, intercondylar fossa,
ആൻറ്റീരിയർ പോസ്റ്റീരിയർ വ്യൂ കഴിഞ്ഞു. ഫീമറിൻ്റെ മേജർ ലാൻഡ് മാർക്കൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കൊന്ന് ക്വിക്ക് റിവ്യൂ ആയിട്ട് ഫീമറിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം എല്ലാ ലാൻഡ് മാർക്കും അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.